ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി കഴിഞ്ഞു. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. ശതമാന കണക്കുകളിലെ അന്തിമ വ്യക്തത വരാൻ ഇനിയും വൈകുമെന്നാണ് സൂചന. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടിയും കിഴിച്ചുമുള്ള ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് കേരളം. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. അർജുൻ PS ചേരുന്നു വയനാട് നിന്നും. അർജുൻ, നമുക്കറിയാം വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു മണ്ഡലമാണ് വയനാട്. ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു. എന്തായാലും വോട്ടിംഗ് നടന്നു കഴിയുമ്പോൾ, കേരളം വിധി എഴുതി കഴിയുമ്പോൾ ഇനി അവലോകനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. എന്തായാലും പോളിംഗ് ശതമാനം വിചാരിച്ച അത്ര ഉയർന്നില്ല എന്നുള്ള വാദങ്ങളും വരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം? ഞാനിപ്പോൾ നിൽക്കുന്നത് WMO കോളേജിലാണ്. മുട്ടിൽ WMO കോളേജിലാണ്. ഇവിടെയാണ് സ്ട്രോങ് റൂം ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോഴെല്ലാം വോട്ടിംഗ് മെഷീനുകളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും വളരെ വൈകിയാണ് വോട്ടിംഗ് അവസാനിച്ചത്. അതായത് കൂടുതൽ ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു. 7 മണിക്ക് ശേഷവും നൂറുകണക്കിന് ആളുകൾ ക്യൂവിൽ നിൽക്കുന്ന ഒരു കാര്യവും നമുക്ക് കാണാമായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ നടന്നത്. എന്നിരുന്നാൽ തന്നെയും പോളിംഗിലുള്ള ഒരു കുറവ് ഉണ്ടോ എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. എന്നാൽ തന്നെയും അല്പസമയത്തിനകം ഏകദേശം 9 മണി ആകുന്നതോടു കൂടി കൂടുതൽ പോളിംഗ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഏകദേശം 72.3% പോളിംഗ് ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്, വയനാട്ടിൽ കാണിക്കുന്നത്, വയനാട് മണ്ഡലത്തിലാകെ കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മാനന്തവാടിയിലാണെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ഏകദേശം 9 മണി ആയതിനോട് കൂടി മാത്രമാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുക. ഇപ്പോൾ ഏകദേശം വോട്ടിംഗ് മെഷീനുകൾ 50ഓളം വോട്ടിംഗ് മെഷീനുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 100-ലധികം വോട്ടിംഗ് മെഷീനുകൾ ഇവിടെയുണ്ട്. അത്തരത്തിൽ പോകുമ്പോഴാണ് ഇനിയും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്താനുണ്ട്, വോട്ടിംഗ് മെഷീനുകൾ ഇവിടെ എത്താനുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണുന്നത്. വോട്ടിംഗ് മെഷീൻ ഓരോന്ന് കൊണ്ടുവരുന്നു, അതിൻ്റെ എല്ലാം എണ്ണം എടുക്കുന്നു. അത്തരത്തിൽ പിന്നീട് അത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ സ്ട്രോങ് റൂമിന് വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സജ്ജീകരണം തന്നെ വയനാട്ടിൽ ഒരുക്കിയിരിക്കുന്നു. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു യുദ്ധം തന്നെ നടന്നിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വയനാട്. രാഷ്ട്രീയ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വയനാട്. അതായത് 3 പ്രമുഖ നേതാക്കൾ വയനാട്ടിലെത്തുന്നു. രാഹുൽ ഗാന്ധി, പിന്നീട് ആനി രാജ. അവർക്ക് ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിൽ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ NDA ഇറക്കുന്നു. അതായത് തങ്ങളുടെ സ്വന്തം സംസ്ഥാന അധ്യക്ഷനെ, BJPയുടെ സ്വന്തം സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ ഇറക്കിക്കൊണ്ട് കളം പിടിക്കുവാൻ ഒരുങ്ങുകയാണ് NDA. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വയനാട്ടിൽ കാണുവാൻ കഴിയുന്നത്. ഒരു മാസക്കാലത്തോളമുള്ള ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ, കൊടുമ്പിരി കൊള്ളുന്ന പ്രചാരണങ്ങൾ നടന്നിരുന്നു. അത്തരത്തിൽ വലിയ പ്രതീക്ഷയിലാണ് NDA ക്യാമ്പുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വന്യമൃഗ ശല്യമുണ്ട്, അത്തരത്തിൽ രാത്രിയാത്രാ നിരോധനമുണ്ട്, ചുരം ബദൽപാത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ വയനാട്ടിലുണ്ട്. അത് മാത്രമല്ല അർജുൻ, നമുക്കറിയാം വയനാട് ജനത ഇത്തവണ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ കൃത്യമായ അവലോകനങ്ങൾ തന്നെ നടത്തിയിരിക്കണം. കാരണം വയനാട് ഇതുവരെ നേരിട്ട പ്രശ്നങ്ങളിലൊക്കെ അവരുടെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ രാഹുൽ എന്ത് സംഭാവനയാണ് നൽകിയത് എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എത്ര തവണ മണ്ഡലത്തിൽ വന്നുപോയി, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ എന്തെല്ലാം ഇടപെടൽ നടത്തി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നതാണ്. ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യ വന്യമൃഗ സംഘർഷമായിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെയുള്ള ജനപ്രതിനിധിക്കായില്ല. അവിടെയാണ് NDA സ്ഥാനാർത്ഥി ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് സാധിച്ചു. ദേശീയ തലത്തിൽ പോലും വന്യമൃഗ മനുഷ്യ സംഘർഷം എത്തിക്കാനായി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് NDAയുടെ പ്രകടന പത്രികയിൽ പോലും മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് പരിധിയുണ്ടാകും, അല്ലെങ്കിൽ അതിനായി അറുതി വരുത്തുമെന്നുള്ള കാര്യങ്ങൾ പോലും വിശകലനം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തികച്ചും NDA വികസന നേട്ടങ്ങൾ മാത്രം ഊന്നി പറഞ്ഞുകൊണ്ട് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. അവിടെയാണ് രാഹുലിൻ്റെയും ആനി രാജയുടെയും സ്ഥാനാർത്ഥ്യത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളും. കാരണം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലിനെതിരെ CPIയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ താരതമ്യേന ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നടക്കമുള്ള വിമർശനങ്ങളിലേക്ക് എത്തിയതും. തീർച്ചയായും രോഹിണി, അതുതന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആദ്യം ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, CPIM സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ആനി രാജയെ പ്രഖ്യാപിച്ചു. തുടർന്ന് അപ്രതീക്ഷിതമായാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ പ്രഖ്യാപിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമെന്നുള്ളത്. പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ആ സമയത്ത് തന്നെ ആനി രാജ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു, എന്തിനാണ് രാഹുൽ ഇവിടെ മത്സരിക്കുന്നത്, നമ്മൾ ഒരു മുന്നണിയല്ലേ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉണർന്നിരുന്നു. അത്തരത്തിൽ ഒരു ശക്തിയല്ലാത്ത ഒരു നേതാവിനെ തന്നെ LDF പുറത്തെടുത്തപ്പോൾ പിന്നീട് NDA
എ ശക്തനായ ഒരു നേതാവിനെ കളത്തിലിറക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അതായത് രാഹുലിന് ഒത്ത എതിരാളിയെ വയനാട്ടിൽ ഇറക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അത്തരത്തിൽ ഈ ഒരു മത്സരമൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് രോഹിണി പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്. അതായത് ഒരു MP വന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പറയത്തക്ക ഒരു വികസനമോ പറയത്തക്ക ഒരു കാര്യമോ ഇവിടെ ഇല്ല. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഇപ്പോൾ നിലവിലുള്ള MP-ക്കെതിരെ ഇവിടെയുണ്ട്. നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗശല്യം അത് വലിയ രൂക്ഷമായിരിക്കുന്ന ഒരു സമയമാണ്. 4 മാസത്തിൻ്റെ 3 ജീവനുകളാണ് പൊലിഞ്ഞത്. നമ്മൾ എല്ലാ ലൈവുകളിലും ഈ വന്യമൃഗശല്യം എടുത്തു പറയുന്നത് വയനാട്ടിൻ ജനത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ വന്യമൃഗശല്യമാണ്. മാത്രമല്ല രാത്രിയാത്രാ നിരോധനമടക്കം ഈ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കെ സുരേന്ദ്രന് കൂടുതൽ ആശ്വാസകരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ വയനാട്ടിൽ ജീവിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. യുവമോർച്ചയിലൂടെ അടക്കം ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുവാൻ വയനാട്ടിൽ ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വയനാടിനെ അറിയുന്ന വയനാടിന്റെ മണ്ണിനെ അറിയുന്ന ഒരു നേതാവ് കൂടി ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ് NDA ക്യാമ്പ്. അത്തരത്തിൽ UDF-നും LDF-നും വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഇപ്പോഴുമുണ്ട്. ശരി അർജുൻ, വയനാട് നിന്ന് അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിന്ന് ബീന റാണി കൂടി ചേരുന്നുണ്ട്. ബീന, എന്തായാലും കണക്കുകളിലെ വ്യക്തതയ്ക്ക് ഇനിയും മണിക്കൂറുകളുണ്ട്. പക്ഷേ പൊതുവെ ശതമാന കണക്കുകൾ കുറവാണ്. 2019 അപേക്ഷിച്ച് 2014 അപേക്ഷിച്ച് ശതമാന കണക്കുകൾ കുറവാണ് എന്നുള്ള ഒരു അഭിപ്രായവും വരുന്നുണ്ട്. എന്തായാലും എങ്ങനെ വിലയിരുത്താം? രോഹിണി, തീർച്ചയായും എറണാകുളം മണ്ഡലത്തിലെ പോളിംഗ് ഏതാണ്ട് പൂർത്തിയായി. അന്തിമമായ ഒരു ശതമാനക്കണക്കല്ലെങ്കിലും ഏതാണ്ട് 68.10 ആണ് പോളിംഗ് ശതമാനമായി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അന്തിമമല്ല, കാരണം പോളിംഗ് നീണ്ടുപോയതിനാൽ പല സ്ഥലങ്ങളിൽ നിന്നും കണക്കുകൾ എത്താനിരിക്കുന്നതേ ഉള്ളൂ. മറ്റ് 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. ഏതാണ്ട് 77.54% 2019 എറണാകുളം മണ്ഡലത്തിലെ പോളിംഗ് റേറ്റ്. അതിൽ നിന്നും വളരെ പിന്നോട്ടാണ് ഇത്തവണ പോയിട്ടുള്ളത്. പ്രധാനമായും കാലാവസ്ഥ ഒരു മുഖ്യ ഘടകമായിട്ടുണ്ട് എന്ന് തന്നെ കരുതാം. കനത്ത ചൂടാണ്. എറണാകുളം ജില്ല യെല്ലോ അലേർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണിന്ന്. അത് ഒരു കാരണം മാത്രമാണ്. അതുപോലെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും യുവജനങ്ങളടക്കം ഈ എറണാകുളം ജില്ല നഗര കേന്ദ്രീകൃത സ്ഥലമായതിനാൽ പോളിംഗിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ള വിവരവും ഉണ്ട്. അത്തരത്തിൽ വളരെ ഗണ്യമായ ഒരു കുറവാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും മണ്ഡലത്തിലെ പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. 9 മണിക്ക് ലഭിക്കുന്ന കണക്കാണ് ഈ 68% മുകളിൽ. അത് ഇനിയും മാറാൻ സാധ്യതയുണ്ട്. ഇനി വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എറണാകുളം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഒപ്പം തന്നെ മറ്റ് തൃക്കാക്കര സെന്റ് ജോസഫ് സ്കൂളിലുമാണ്. ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആലുവ UC കോളേജിലും സൂക്ഷിക്കുന്നു. കളക്ഷൻ സെന്ററുകളിൽ നിന്ന് സ്ട്രോങ് റൂമുകളിൽ എത്തിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ സീൽ ചെയ്ത് ഡബിൾ ലോക്ക് ചെയ്താണ് ഇത്തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുക. ഏതാണ്ട് 40 ദിവസത്തോളം വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് ഇനി ഇവിടെ വിശ്രമമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷാ സേന ഓരോ കേന്ദ്രത്തിന്റെയും സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തും. 2 തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനമാണ് സ്ട്രോങ് റൂമുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിനു പുറമെ ഉള്ള ആദ്യ സുരക്ഷാ വലയം സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിന്റെ ആയിരിക്കും. പുറമെ സംസ്ഥാന ആംഡ് പോലീസിന്റെ സുരക്ഷയും ഉണ്ടാകും. 24 മണിക്കൂറും സ്ട്രോങ് റൂമിന് പുറത്ത് CCTV നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ ഇരുന്ന ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനും പോലീസ് ഉദ്യോഗസ്ഥനും CCTV നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് ഇവിടെ എത്തി സുരക്ഷാ സംവിധാനങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരവുമുണ്ട്. ജൂൺ 4-നായിരിക്കും ഇനി വോട്ടെണ്ണൽ യന്ത്രങ്ങൾ തുറക്കുക. അന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം പോളിംഗ് വളരെ വൈകിയതിനാൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ
യന്ത്രങ്ങൾ ഈ മഹാരാജാസ് കോളേജിലും മറ്റും എത്തിച്ച ശേഷം അവിടുന്നാണ് നേരത്തെ പറഞ്ഞ സ്ട്രോങ് റൂമുകളിലേക്ക് എത്തിക്കുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണറും ജില്ലാ കളക്ടറും അടക്കം കുസാറ്റിലുള്ള കേന്ദ്രത്തിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പൊതുവെയുള്ള വിലയിരുത്തലുകളെ കുറിച്ച് പറഞ്ഞാൽ സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കൂടിയാൽ UDFന് അനുകൂലമാകുമെന്നൊരു ധാരണ എറണാകുളം മണ്ഡലത്തിലും പൊതുവെ സംസ്ഥാനത്തെല്ലാം ഉണ്ട്. അത്തരത്തിൽ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF പാളയത്തിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കുഴിക്കലുകളും കണക്കുകൂട്ടലുകളും എല്ലാം തന്നെ നാളെ നടക്കും. എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസനമായിരുന്നു പ്രധാന പ്രശ്നം. കാരണം കേരളത്തിന്റെ ഏത് ഭാഗത്ത് നടന്ന എന്ത് വികസനം ഉണ്ടായാലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ് എറണാകുളം മണ്ഡലം. നമുക്കറിയാവുന്ന പോലെ തന്നെ കൊച്ചി മെട്രോ ആദ്യമായി സംസ്ഥാനത്ത് വന്നത് ഈ എറണാകുളം മണ്ഡലത്തിലാണ്. ഒപ്പം തന്നെ മെട്രോ നഗരം, ജുഡീഷ്യൽ തലസ്ഥാനം, അങ്ങനെ വിവിധ രീതിയിലുള്ള വികസനങ്ങളുടെ ഒരു തലസ്ഥാനം തന്നെ, ഒരു വാണിജ്യ തലസ്ഥാനം തന്നെയാണ് എറണാകുളം മണ്ഡലം എന്ന് പറയാം. അത്തരത്തിൽ നോക്കുമ്പോൾ വികസനം തന്നെയാണ് വോട്ടർമാർ ഇത്തവണയും പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം, തീരദേശത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ എറണാകുളം മണ്ഡലത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിഹാര മാർഗങ്ങൾ ഇല്ലെങ്കിൽ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ശരി, കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് കൊല്ലം. എന്തായാലും പോളിംഗ് കഴിയുമ്പോൾ കൊല്ലം എങ്ങനെയാണ് പ്രതികരിച്ചത്? ഔദ്യോഗിക വിവരമനുസരിച്ച് 68% അധികമാണ് പോളിംഗ് നടന്നിരിക്കുന്നത്. അത് ഒരു ഔദ്യോഗിക കണക്കായി കുറച്ചുകൂടി പുറത്തു വരേണ്ടിയിരിക്കുന്നു. കാരണം പലയിടത്തുനിന്നുള്ള കണക്കുകൾ പൂർണ്ണമായും കിട്ടാനുണ്ട്. എന്തായാലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവസാനമായി നൽകാൻ കഴിയുന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഉള്ളത് രോഹിണി, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഈ വോട്ടിംഗ് യന്ത്രങ്ങളും മറ്റും സൂക്ഷിക്കുന്ന തങ്കശ്ശേരി സെൻട്രൽ ലൂഷ്യസ് സ്കൂളിലെ സ്ട്രോങ് റൂമിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം, പലയിടത്തു നിന്നും പോളിംഗ് കഴിഞ്ഞ ഉദ്യോഗസ്ഥർ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ഇവിടേക്ക് എത്തുകയാണ്. ഇവിടേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ യന്ത്രങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇവിടെ സ്ട്രോങ് റൂമുകളിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ വലിയ തിരക്ക് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കൊല്ലത്ത് പലയിടത്തും, പ്രത്യേകിച്ച് തേവലക്കര ഭാഗത്തെ ചില ബൂത്തുകളിലൊക്കെ ഈ രീതിയിൽ വോട്ടിംഗ് ഏറെ നേരം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 7-8:30 മണിയോടെയൊക്കെയാണ് പലയിടത്തും പോളിംഗ് ഒക്കെ അവസാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എത്തുന്നത് അല്പം താമസിച്ചിട്ടാണ്. ഇപ്പോൾ അവരുമായി വരുന്ന വാഹനങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥരെ ഇറക്കുന്നു. അതിനുശേഷം അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കൗണ്ടറുകളിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകുന്നു. അവിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ കൈമാറി ശേഖരിച്ച് ഓരോ നിയമസഭാ മണ്ഡലവും അനുസരിച്ച്, പോളിംഗ് ബൂത്തുകൾ അനുസരിച്ച് സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലുമായി ഏതാണ്ട് 1215 പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. അവിടെ നിന്നുള്ള ഈ പറയുന്ന യന്ത്രങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത്. 2215 പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി റിസർവ് എണ്ണം സഹിതം 1455 ബാലറ്റ് യൂണിറ്റുകളും 1455 കൺട്രോൾ യൂണിറ്റുകളും 1576 വിവിപാറ്റുകളുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതെല്ലാം ഇത്തരത്തിൽ ശേഖരിച്ച് വിവിധ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ഓരോ പോളിംഗ് സ്റ്റേഷന്റെയും നമ്പറും അനുസരിച്ച് ഇങ്ങനെ കൗണ്ടർ തിരിച്ച് ആ കൗണ്ടറിലെ പോളിംഗ് സ്റ്റേഷനുകളുടെ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ കൗണ്ടറുകളായി സ്വീകരിച്ച് അതിന് അലോക്കേറ്റഡ് ആയിരിക്കുന്ന സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ചില സ്ട്രോങ് റൂമുകൾ ഇപ്പോൾ തന്നെ അത് പൂട്ടിയിട്ടുണ്ട്. മറ്റ് സ്ട്രോങ് റൂമുകളിലേക്കുള്ള ഈ കൗണ്ടറുകളിലേക്കുള്ള ഈ പോളിംഗ് ഉപകരണങ്ങളും ഈ തെരഞ്ഞെടുപ്പ് മെഷീനുകളുമായി, വോട്ടിംഗ് മെഷീനുകളുമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ വാഹനങ്ങളിലെ GPS അടക്കമുള്ളവ മാറ്റം ചെയ്ത് അവിടേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തിരക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് കരുതുന്നു. പോളിംഗ് സ്റ്റേഷനുകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള പോളിംഗ് സ്റ്റേഷനുകളെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി വിവരങ്ങൾ ബോധിപ്പിച്ച് കൃത്യമായി ഇത് കൈമാറി അതിനുള്ള റെസിപ്റ്റുകളും കൈപ്പറ്റിയതിനു ശേഷം മാത്രമാണ് അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുക. അങ്ങനെ ഏറെ വൈകിട്ടും ഈ തങ്കശ്ശേരി സ്ട്രോങ് റൂമിൽ ഇപ്പോഴും തിരക്ക് തുടരുകയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ രീതിയിൽ. എന്തായാലും ഈ അവസാന നിമിഷം നമുക്ക് കൊല്ലത്ത് നിന്ന് ലഭ്യമാക്കുന്നത് ഏതാണ്ട് 68%-ത്തിലധികം പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കിയാൽ കുറഞ്ഞ നിരക്കാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എങ്ങനെയാണ് പാലക്കാട് പോളിംഗ് ശതമാനം? അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി EVM-കൾ അതത് സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന തിരക്കിൽ തന്നെയാണോ ഉദ്യോഗസ്ഥർ? നടപടിക്രമങ്ങളൊക്കെ എത്രത്തോളം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു?
തീർച്ചയായും ഈ EVM മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന നടപടികൾ ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ ഈ സ്ട്രോങ് റൂം 2 മണ്ഡലങ്ങളിൽ, അതായത് പാലക്കാട് മണ്ഡലത്തിലെയും ആലത്തൂർ മണ്ഡലത്തിലെയും എല്ലാം വിക്ടോറിയ കോളേജിലാണ്, പാലക്കാട് നഗരത്തിൽ. അവിടെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഉദ്യോഗസ്ഥരെല്ലാം വിവിധ പോളിംഗ് ബൂത്തുകളിൽ നിന്നും മറ്റുമൊക്കെ എത്തുന്ന ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുള്ള ആ വോട്ടിംഗ് മെഷീനുകളും അതുപോലെ തന്നെ വോട്ടിംഗ് സാമഗ്രികളും ഒക്കെ ഈ ഒരു സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന ഈ മെഷീനുകൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നവർക്ക് അതിൻ്റെ രസീത് ഉൾപ്പെടെ വാങ്ങിയാണ് ഓരോ ഉദ്യോഗസ്ഥരും മടങ്ങുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇതുവരെയുള്ള ഒരു വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ 9 മണിവരെ പാലക്കാട് 73.07% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിലാണെങ്കിൽ 73.05% പോളിംഗും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തെ പോലെ തന്നെ പാലക്കാട് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. 77.72% കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ അതൊരു 73 എന്ന് പറയുമ്പോൾ ഏകദേശം 4%-ലേറെ കുറവ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും വോട്ടിംഗ് പൂർത്തിയായിട്ടില്ല. പല ബൂത്തുകളിലും ഇപ്പോഴും പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃത്താലയിൽ 5 ഇടങ്ങളിൽ ഇപ്പോഴും പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പിയിൽ 12 ഇടങ്ങളിൽ, ഒറ്റപ്പാലത്തെ 2 ഇടങ്ങളിൽ, കോങ്ങാട് 11 ഇടങ്ങളിൽ, മണ്ണാർക്കാട് 9 ഇടങ്ങളിൽ, മലമ്പുഴയിൽ 6 സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ തരൂരിൽ 2 സ്ഥലങ്ങളിലും, ചിറ്റൂരിൽ 14 സ്ഥലങ്ങളിലും, നെന്മാറയിൽ 5 സ്ഥലങ്ങളിലും, ആലത്തൂരിൽ 3 സ്ഥലങ്ങളിലും ഇപ്പോഴും പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ആ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അന്തിമമായിട്ടുള്ള പോളിംഗ് ശതമാനം നമുക്ക് ഏതായാലും ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിലെ ഈ ഒരു ശതമാന കണക്കനുസരിച്ച് 73.09% പാലക്കാട്, 73.07% ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ പോളിംഗ് സാമഗ്രികൾ EVM മെഷീനുകളൊക്കെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സ്ട്രോങ് റൂമിലേക്ക് ഈ പോളിംഗ് മെഷീനുകളൊക്കെ മാറ്റിയാൽ പിന്നെ ഒരു മാസത്തെയോളം കാത്തിരിപ്പാണ്. ജൂൺ 4-ാം തീയതി വരെ ഏതായാലും വളരെ സുരക്ഷിതമായി തന്നെ EVM മെഷീനുകളെല്ലാം വിക്ടോറിയ കോളേജിലെ ഈ സ്ട്രോങ് റൂമിൽ കൃത്യമായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണത്തെ ഈ ഒരു പോളിംഗ് എന്നുള്ളത് എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്, ഈ 2 മണ്ഡലങ്ങൾ പാലക്കാടും ഈ ആലത്തൂരും ഒക്കെ എങ്ങോട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് വിവിധ മുന്നണികൾക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട്. കാരണം പോളിംഗ് ശതമാനത്തിൽ ഇങ്ങനെ ഒരു കുറവുള്ളത് ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നൊക്കെയുള്ളൊരു ആശങ്ക മുന്നണികൾക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഇത്തവണ പോളിംഗ് നടക്കുമ്പോൾ ഈ യന്ത്ര തകരാറുകൾ ചിലയിടങ്ങളിൽ ഉണ്ടായതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും പാലക്കാടും അതുപോലെ തന്നെ ആലത്തൂരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം തന്നെ വളരെ ദുഃഖകരമായ സംഭവം എന്തെന്നാൽ 3 മരണം സംഭവിക്കുകയുണ്ടായി എന്നുള്ളതാണ്. 3 പേരാണ് പാലക്കാട് ഈ വോട്ടിങ്ങിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് വോട്ട് ചെയ്യാനെത്തിയ വ്യക്തി കുഴഞ്ഞു വീണ് മരിച്ചു. ചുനങ്ങാട് വാണി വിലാസിനി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ ചന്ദ്രൻ എന്ന 68-കാരനാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഇദ്ദേഹത്തെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഒപ്പം തന്നെ വിളയോടി പുതുശ്ശേരിയിൽ കുമ്പോട്ടിയിൽ കണ്ടൻ എന്ന 73-കാരനും മരിച്ചു. അദ്ദേഹം വോട്ട് ചെയ്ത് തിരികെ പോകുന്ന വഴിയായി കുഴഞ്ഞു വീഴുകയായിരുന്നു. അദ്ദേഹത്തെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. വിളയോടി SNUP സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടെയാണ് അദ്ദേഹം മരിച്ചത്. പിന്നെ തേൻകുറിശ്ശിയിൽ വടക്കേത്തറ LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ ആളും മരിച്ചു. തേൻകുറിശ്ശി സ്വദേശി ശബരി എന്ന 32-കാരനാണ് അവിടെ മരിച്ചത്. ഇങ്ങനെ 3 മരണങ്ങൾ ഉണ്ടായതാണ് വലിയൊരു ദൗർഭാഗ്യകരമായ സംഭവം. നിലവിൽ ഏതായാലും ഈ പോളിംഗ് ഇപ്പോഴും ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി ബൂത്തുകളിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. അതേസമയം മറ്റൊരു വശത്ത് ഈ ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുള്ള EVM മെഷീനുകൾ. ശരി, അരുൺ വ്യക്തമാണ്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. പോളിംഗ് ശതമാന കണക്കുകൾ എപ്രകാരമാണ്? അതോടൊപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള സംവിധാനങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികളെല്ലാം പൂർണ്ണമായി വരികയാണോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ഈ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കുന്ന നടപടികൾ ഇതുവരെ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയുള്ള മാർ ഇവാനിയോസ് വിദ്യാനഗർ ക്യാമ്പസിന് മുന്നിലാണ്. ഏകദേശം 11 മണിയോടുകൂടി സ്ട്രോങ് റൂമിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ബൂത്തുകളിൽ നിന്ന് ഇത് നേരെ ഇങ്ങോട്ടേക്കല്ല കൊണ്ടുപോകുന്നത്. ഇത് മണക്കാട് സ്കൂളിലേക്കാണ് എത്തിക്കുന്നത്. അവിടെ എത്തിച്ചതിന് ശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പിന്നീട് ഈ നാലാഞ്ചിറയിലേക്ക് എത്തിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. ഇതിന് കൃത്യമായി ഓരോ ബ്ലോക്കുകൾ, ഇന്ന് വലിയൊരു ക്യാമ്പസ് ആണ് നാലാഞ്ചിറയിലുള്ളത്. ഇതിന് കൃത്യമായി തന്നെ ഓരോ ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകളിൽ ഓരോ മണ്ഡലങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ട്. അവിടെയാണ് ഈ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ത്രിതല സുരക്ഷ ഈ സീൽ ചെയ്തിട്ടുള്ള വോട്ടിംഗ് മെഷീനുകളെല്ലാം ഇവിടേക്ക് എത്തിച്ച് നേരത്തെ തന്നെ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് എത്തി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കൃത്യമായി വിലയിരുത്തിയിരുന്നു. അല്പസമയം മുൻപ് നമുക്ക് ഈ സ്ട്രോങ് റൂമിന് മുൻപിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കേന്ദ്ര സേനയും ഒക്കെ എത്തി കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ വിലയിരുത്തി വരികയാണ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. അതുവരെ ഇത് ഇവിടെ തന്നെ ഉണ്ടാകും. കേന്ദ്രീകൃത CCTV നിരീക്ഷണത്തിലായിരിക്കും സ്ട്രോങ് റൂമുകൾ ഉണ്ടാവുക. ഈ 4-ാം തീയതി വോട്ട് എണ്ണുന്ന സമയത്ത് ഈ സ്ട്രോങ് റൂമിന്റെ സമീപത്ത് തന്നെയുള്ള ഹാളിലായിരിക്കും ഈ വോട്ടെണ്ണൽ നടക്കുക. ഈ ത്രിതല സുരക്ഷയോടൊപ്പം തന്നെ ഇത് നിരീക്ഷിക്കുന്നതിനായി സ്ഥാനാർത്ഥികൾക്ക് അവസരമുണ്ടാകും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി ഏജന്റുമാർക്കും അവസരമുണ്ടാകും. കൺട്രോൾ റൂമുകൾ ഈ നാലാഞ്ചിറ ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൺട്രോൾ റൂമുകൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മജിസ്റ്റീരിയൽ ഏജന്റുമാരെ, എക്സിക്യൂട്ടീവ് മജിസ്റ്റീരിയസിനെയും നിയോഗിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും ഇവിടേക്ക് എത്തിക്കുന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് എത്തിക്കുന്നത് ഇനിയും വൈകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു മുൻപിൽ ഈ നാലാഞ്ചിറ ക്യാമ്പസിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇനി വോട്ടിംഗ് നിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 66.6% തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു പോളിംഗ് ശതമാനം. ഇതിലാകെ വോട്ടർമാരെന്ന് പറയുന്നത് 14,30,531. ഇത് ആകെ പോൾ ചെയ്തവരുടെ എണ്ണം 9,50,739. ഇത് പുരുഷന്മാർ 4,67,193, സ്ത്രീകൾ 4,83,518. ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ വോട്ടർമാർ 13,96,807. ഇതിൽ ആകെ പോൾ ചെയ്തത് 9,69,390. പുരുഷന്മാർ 4,29,719. ഏതായാലും രാവിലെ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ ഉയർന്നു നിന്നിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ കുറവാണ് ഉണ്ടായിരുന്നത്. 2019 താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ NDക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തീരദേശ മേഖലകളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. നേമം മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും ഗ്രാമീണ മേഖലകളിലും ഒക്കെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. ഇത് NDക്ക് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതാണ്. രോഹിണി. ശരി, തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കിനി ആലപ്പുഴയിലേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, വലിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി വരാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലപ്പുഴ. എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. മണ്ഡലം തിരികെ പിടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ ശക്തമായ സ്വാധീനവുമായി NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അവിടെ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഏതു രീതിയിലാണ്, വിജയപ്രതീക്ഷകൾ എത്രത്തോളമാണ് എല്ലാ മുന്നണികൾക്കും? അതോടൊപ്പം EVMകൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, സാമഗ്രികളൊക്കെ മാറ്റുന്ന നടപടിക്രമങ്ങളുമൊക്കെ എത്രത്തോളം പുരോഗമിക്കുന്നു? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തിലെ ഒരു സ്ട്രോങ് റൂമായ SDV സ്കൂളിലെ സ്ട്രോങ് റൂമിന് മുന്നിലാണ്. ഇവിടെ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്തത് ഇവിടെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ് ഈ വോട്ടിംഗ് മെഷീനുകൾ ഈ വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന്, ഇത് ഇവിടെ തന്നെയാണ് സ്വീകരണ കേന്ദ്രങ്ങളും, ഈ വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇന്ന് രാത്രി തന്നെ ഇവ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഞാനിപ്പോൾ നിൽക്കുന്ന SDV സ്കൂളിലും സ്ട്രോങ് റൂമുണ്ട്. ഇതുകൂടാതെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ SDV സ്കൂൾ സ്ട്രോങ് റൂമാണ്. ഒപ്പം തന്നെ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, സെൻറ്റ് ജോസഫ് ഹൈസ്കൂള്, സെൻറ്റ് ജോസഫ് കോളേജ്, ഈ 4 സ്ട്രോങ് റൂമുകളാണുള്ളത്. മാവേലിക്കരയിലാണെങ്കിൽ മാവേലിക്കര ബിഷപ്പ് മോർ കോളേജ്, ഇവിടെ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുള്ളത്. എന്തായാലും ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ വോട്ടിംഗ് മെഷീനുകളൊക്കെ ഈ വിതരണ കേന്ദ്രങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം തന്നെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ആലപ്പുഴ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഇപ്പോൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. 9:26 വരെയുള്ള കണക്കുകളാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 9:26 വരെയുള്ള കണക്കുകൾ പ്രകാരം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം 74.75%. ഒപ്പം തന്നെ മാവേലിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാവേലിക്കരയിൽ 65.91% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 3 മുതൽ 5% വരെ പോളിംഗ് ശതമാനം കുറവാണ് ഇത്തവണ. ആലപ്പുഴയിൽ
ഇപ്പോൾ രേഖപ്പെടുത്തിയതിനേക്കാളും ഏറ്റവും കൂടിയാൽ പോലും 1-2% കൂടി പോളിംഗ് ഉയരും. കഴിഞ്ഞ തവണ 80.25% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. എന്തായാലും ഇത്തവണ ആ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വരില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ 80.25 എന്നൊരു പോളിംഗ് ശതമാനം ആയിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ എന്തായാലും അത്രയും വരാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ വന്നിരിക്കുന്നത് 74.75%. ഇനി അവസാനവട്ട കണക്കുകൾ പരിശോധിച്ച് എടുത്താൽ പോലും ഒരു 2-3% വർധനവ് കൂടി മാത്രമായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഈ കണക്കുകൾ ഏത് മുന്നണികൾക്ക് അനുകൂലമായി തീരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. എല്ലാ മുന്നണികളും ഈ ഉച്ചവരെ വലിയ ഒരു പോളിംഗ് ശതമാനമായിരുന്നു ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയത്. ഈ പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ തന്നെ 3 മുന്നണികളും അവകാശവാദങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു. എന്തായാലും എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗം ആലപ്പുഴയിൽ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം അത്രത്തോളം പ്രവർത്തനങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ കാഴ്ചവെച്ചത്. അതിൽ എടുത്തു പറയേണ്ടത് തീരദേശ മേഖലയിലെ അടക്കം പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ ആലപ്പുഴയിൽ ഉണ്ടാകുമെന്നും വിലയിരുത്തലുകളുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, 2019 അപേക്ഷിച്ച് ശതമാന കണക്കുകളിലെ കുറവ് 3 മുന്നണികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും വിജയപ്രതീക്ഷ തന്നെയാണ് എല്ലാവരും വച്ചു പുലർത്തുന്നത്. പത്തനംതിട്ടയിലെ ഒരു കണക്കുകൾ എങ്ങനെയാണ്? അതോടൊപ്പം EVM-കൾ മാറ്റുന്നതടക്കമുള്ള നടപടികളും എങ്ങനെ പുരോഗമിക്കുന്നു? ആരോഗ്യ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും മൈലപ്രയിലുള്ള മൗണ്ട് ബദനി സ്കൂളിലാണ്. ഇവിടെയാണ് ഒരു കളക്ഷൻ സെന്റർ, ആറന്മുള മണ്ഡലത്തിലെ കളക്ഷൻ സെന്ററാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിൽ നിന്നുമുള്ള വിവിപാറ്റ് മെഷീനുകളും മറ്റ് സാമഗ്രികളും എല്ലാം ഇവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചു ചേർത്ത് മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി പൂർത്തിയാക്കി ക്രമീകരണങ്ങൾ ഒരുക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ അനൗൺസ്മെന്റോടുകൂടി ഈ പോളിംഗ് മെഷീനുകളടക്കം വിവിപാറ്റ് മെഷീനുകളടക്കം സൂക്ഷിക്കേണ്ടതായ നടപടിക്രമങ്ങളാണ് ഈ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക്, ഉദ്യോഗസ്ഥരുടെ വലിയൊരു തിരക്ക്, അവസാനവട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി വിവിപാറ്റ് മെഷീൻ അടക്കം ഇവിടേക്ക് എത്തിച്ച് കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി ഇവിടെ സൂക്ഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു തിരക്കാണ് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇനി നാളെ മാത്രമേ ഉള്ളൂ ചെന്നീർക്കരയിലെ കേന്ദ്ര വിദ്യാലയത്തിലെ സ്ട്രൈക്കിംഗ് റൂമിലേക്ക് ഇവിടെ നിന്നും ഈ പോളിംഗ് മെഷീനുകളും മറ്റ് അനുബന്ധ കാര്യങ്ങളുമെല്ലാം മാറ്റുകയുള്ളൂ. പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമാണ്. 63.35% പോളിംഗ് മാത്രമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 10% പോളിംഗിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ളൊരു ആശങ്ക 3 മുന്നണികൾക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം UDF ക്യാമ്പിനാണ്. UDFനെ മണ്ഡലത്തിന്റെ രൂപീകരണം മുതൽ തന്നെ UDFന് അനുകൂലമായി നിന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന ഒരു ഇടിവ് അത് UDF ക്യാമ്പിനെയാണ് വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിരിക്കുന്നത്. LDF ആയാലും ഒപ്പം തന്നെ NDA ആയാലും അവർക്ക് ലഭിക്കേണ്ട കൃത്യമായ വോട്ട് വിഹിതം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകുന്നുണ്ട്. ഒപ്പം NDA കൃത്യമായ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലും കണക്കൂട്ടലുമൊക്കെ നടത്തുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ പോളിംഗ് ശതമാനത്തിൽ 10% ഉണ്ടായിരിക്കുന്ന ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന കുറവ് അത് UDF ക്യാമ്പിനെയാണ് വലിയ രീതിയിൽ ആശങ്കയിലേക്ക് ആക്കിയിരിക്കുന്നത്. ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ നിലവിലെ ഒരു വിലയിരുത്തൽ പ്രകാരം ഇനി ഒരു ക്ലൈമാക്സ് പോരാട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ NDAയും LDFും തമ്മിലാകാം. UDF ക്യാമ്പിൽ അതൊരു ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന ഇടിവ് ഒരു ആശങ്കയ്ക്ക് വക ഇരുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. 7 ഇടത്താണ് നിലവിൽ കള്ളവോട്ട് പരാതികൾ പത്തനംതിട്ട മണ്ഡലത്തിൽ ഉയർന്നു വന്നത്. വിവിധ ഇടങ്ങളിൽ മറ്റു ആളുകളുടെ പേരുകളിൽ എത്തി ചില ആളുകൾ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള പരാതിയാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അത് അടൂര്, തിരുവല്ല, ഒപ്പം പത്തനംതിട്ട മണ്ഡലത്തിലെ ആനപ്പാറ തുടങ്ങി 8 ഇടങ്ങളിൽ, പന്തളം അടക്കമുള്ള 8 ഇടങ്ങളിൽ ഈ ഇത്തരത്തിൽ മറ്റു ആളുകൾ യഥാർത്ഥ വോട്ടർമാരുടെ പേരിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങി എന്നുള്ള ഒരു പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും 63.35% പോളിംഗാണ് നിലവിൽ ആ 8 മണിക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം ലഭിച്ചിരിക്കുന്നത്. ഗവിയിലെ 379 വോട്ടർമാരുള്ള ഒരു ബൂത്തിലെ വിവരം കൂടി ലഭിക്കേണ്ടതുണ്ട്. എന്നാലും ശതമാന കണക്കിലുള്ള ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. 63.35%. കഴിഞ്ഞ തവണത്തേക്കാൾ 10% ഒരു കുറവാണ് ഈ തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ശരി, മിഥുൻ മുരളിയാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഏറെ വൈകിയും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു. എന്തായാലും 9 മണിയോടടുക്കുമ്പോൾ പോലും 482 ബൂത്തുകളിൽ പോളിംഗ് തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പോളിംഗ് എല്ലാം തന്നെ പൂർണ്ണമായി കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റുന്ന നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചു. കോഴിക്കോട് പോളിംഗ് ശതമാന കണക്കുകളും എപ്രകാരമാണ്? തീർച്ചയായും ഒരു അന്തിമമായ കണക്കിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഭേദപ്പെട്ട രീതിയിലേക്ക് പോളിംഗ് കോഴിക്കോട് ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് ജില്ലയിൽ 2 മണ്ഡലങ്ങളാണുള്ളത്. കോഴിക്കോട് മണ്ഡലവും അതോടൊപ്പം തന്നെ വടകര മണ്ഡലവും. വടകരയിലാണ് ഇപ്പോഴും പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യം നിലവിൽ ഉള്ളത്. 6 ബൂത്തുകളിലാണ് ഇപ്പോൾ പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യമുണ്ടത്. നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ വൈകി മാത്രമാണ് ഇവിടെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ പൂർണ്ണമായും ഇപ്പോൾ ഇത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. അന്തിമ നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്കൻ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മത്സരം ഇക്കുറി നടന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രതിഫലിക്കുകയും ചെയ്തിരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ തീവ്രമായ ഒരു ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും നടന്നിരുന്നു. ആ ഒരു ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം പോളിംഗ് വർദ്ധിക്കാനും അതോടൊപ്പം തന്നെ ഇത്ര രാത്രി വൈകിയും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് VVPAT മെഷീനിലടക്കം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങൾ, അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ അക്രമവും അതോടൊപ്പം തന്നെ ബൂത്ത് പിടുത്തം അടക്കമുള്ളവ നടന്നിട്ടുണ്ട്. എന്തായാലും കണ്ണൂരിലടക്കം കള്ളവോട്ട് വിഷയം ഇപ്പോൾ വലിയ പരാതിയായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതെല്ലാം തന്നെ വരും ദിവസങ്ങളിലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് വലിയൊരു രാഷ്ട്രീയ മത്സരത്തിനാണ് ഇക്കുറി വടക്കൻ കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. കടുത്ത ത്രികോണ മത്സരം. 3 സ്ഥാനാർത്ഥികളും ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികളെ തന്നെ മണ്ഡലത്തിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഇവിടെ നടന്നു. എന്തായാലും 1 മാസം നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ അവസാനമാകുകയാണ്. എന്തായാലും കൊട്ടിക്കലാശമടക്കം വലിയ വിജയമാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളിലേക്കെല്ലാം തന്നെ പോയിരുന്നു. ഇന്നലെ നിശബ്ദ പ്രചരണത്തിലും ഇന്നും എല്ലാം തന്നെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തിക്കൊണ്ട് വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാനായി രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. വിജയത്തിനപ്പുറത്തേക്ക് ബാക്കി ഒന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഇനി കൂട്ടി കാലമാണ്. അതുകൊണ്ട് തന്നെ ഇനി പരമാവധി എത്ര വോട്ടുകൾ നേടാനായി, എങ്ങനെയാണ് തങ്ങളുടെ ഈ ഒരു എന്നൊക്കെ തന്നെയാണ് ഇവർ പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നതിലും വലിയൊരു രാഷ്ട്രീയ മത്സരം ഇവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്യേണ്ടത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഏകപക്ഷീയമായ ചില മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ മാറിക്കൊണ്ട് വയനാടടക്കം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന മത്സരത്തിലേക്ക് വയനാട് അടക്കം പോയി. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലടക്കം വടകരയിലൊക്കെ തന്നെ പ്രവചനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയുമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ വീറും വാശിയുമെല്ലാം തന്നെയാണ് ഈ പോളിംഗ് ശതമാനവും ഈ രാത്രി വൈകിയും ഇത്തരത്തിലുള്ള ഈ ഒരു പോളിംഗ് തുടരാനുള്ള ഒരു തീരുമാനത്തിലേക്കും, അല്ലെങ്കിൽ 6 മണി വരെ എത്തിയവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ മത്സരത്തിന്റെ വേദിയായിരിക്കുകയാണ് ഈ വടക്കൻ കേരളത്തിന്റെ മണ്ണ്. ആ ഒരു തിരക്ക്, ആ ഒരു ആവേശം, ആ ഒരു വാശി എല്ലാം തന്നെ ഈ ഒരു അവസാന നിമിഷത്തിലും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും ദിവസങ്ങൾ മുന്നണികളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം വലിയൊരു രാഷ്ട്രീയ മത്സരം, വലിയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നടന്ന ഒരു മത്സരം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മത്സരത്തിൽ ആർക്കൊപ്പമാണ് വിജയം എന്ന് കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ അത് കണക്ക് കൂട്ടാനുള്ള ഒരു ദിവസങ്ങളാണ്. എന്തായാലും 1 മാസം ഇനി കാത്തിരിക്കണം. തെരഞ്ഞെടുപ്പ് ഫലം കേരളം ആർക്കൊപ്പം എന്ന് വിധി പറഞ്ഞു എന്ന് അറിയാൻ. കോഴിക്കോട് നിന്നും അരുൺ കൊടുങ്ങൂറാണ് വിവരങ്ങൾ നൽകിയത്.